കൊടൈക്കനാലെത്തി. നമുക്ക് ഇനി ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. അത് 7:15 നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ ബിസിയായിരുന്നു. അവിടെ പൂരി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തതാണെങ്കിൽ പൂരി കഴുകറിയും കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാർ ഇതിലൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പുറത്ത് കോട കണ്ടു. അവിടെ ആണെങ്കിൽ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ പോയി. നല്ല കോരിച്ചെന്ന് തണുപ്പാണ് പിന്നെ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ തണുത്ത് വിറച്ച് ഇങ്ങനെ നിൽക്കണം. പക്ഷെ അതില്ലാതെ ഇങ്ങനെ നിൽക്കാം, ഒന്നും പുറത്ത് കാണിക്കാതെ. പക്ഷെ മഹാരാജയുടെ മുമ്പില് മഹാരാജയുടെ ഫ്രണ്ടില് 3 ഗ്രൂപ്പായിട്ട് നിൽക്കാം. 25 3 ഗ്രൂപ്പായിട്ട് കാണാവോ പോകാം. ഞങ്ങളെ ഗൈഡൊക്കെ ഉണ്ട്. ഞങ്ങളെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിനി സൂയിസൈഡ് പോയിന്റിൽ എത്തിയിട്ട് കാണാം. സൂയിസൈഡ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് നമ്മളെ നയിക്കുന്നു. ഗ്രൂപ്പ് 2 is headed to suicide point in Kodaikanal. നമ്മള് വണ്ടിയിൽ കയറാൻ പോവാണ്. ആ കാണുന്നതാണ് നമ്മളെ വണ്ടി. അവിടെ ചെന്ന് കാണാം. ഗൈസ് നോക്കിക്കേ, നല്ല സുന്ദരമായ പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നൗ we are headed to suicide point in Kodaikanal. and നമുക്കിവിടെ 26 പേരുണ്ട് ആൻഡ് പ്ലസ് അവർ വാർഡൻ സിസ്റ്റർ. ആൻഡ് ഓരോ ബസ്സിലായിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അല്ലെങ്കിൽ ഭയങ്കര പഠനമൊക്കെ. ആൻഡ് നമ്മളെ ഗൈഡ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്തായാലും പറയും. ഗൈഡ് ചേട്ടൻ വളരെ നല്ല ചേട്ടനാണ്. പിന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് സൂയിസൈഡ് പോയിന്റൊക്കെ കാണാൻ. പക്ഷെ അവിടെ ഭയങ്കര കോടയായതുകൊണ്ട് കാണാൻ പറ്റുമോ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം കോട ഇല്ലാതിരിക്കാൻ. പിന്നെ അവിടെ എന്തൊക്കെയോ വയലോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അതൊക്കെ കാണാൻ പറ്റണമെങ്കിൽ കോട ഇല്ലാതിരിക്കണമെന്ന്. അതൊക്കെ അടിപൊളിയാണെന്നാണ് കേട്ടത്. എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ നോക്കി എന്നെ കോടയാന്ന്. ഓ എൻ്റെ ദൈവമേ, നിങ്ങൾ ഈ സ്ക്രീനിൽ കൂടെ കാണുന്ന പോലെ എല്ലാ ഗൈസ് നിങ്ങളൊക്കെ കണ്ടിട്ട് വേണം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പ്രഷൻസ് ഒന്നാമത് തണുത്ത് കറച്ചായിരിക്കുന്നത്. എൻ്റെ കൂടെ പേടിക്കുകയും ഇതൊക്കെയുള്ള എല്ലാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും ഉണ്ട്. എനിക്കാണെങ്കിൽ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിലും ഇല്ല, വേണ്ടില്ല. അടിയിലൊരു ലെഗിൻസ് ഇടാൻ കൊണ്ടുവന്നത് മറന്നും പോയി. കുട്ടി മാത്രം ഇട്ടിട്ടുണ്ട്. അതുവരെ നാഗം ഈ തണുപ്പിൽ അവള് കുട്ടി ഇട്ടിട്ടുണ്ട്. കുട്ടി ഇച്ചിരി വൃത്തികേടായി. എന്നാ പറയാ, നമ്മുടെ മുമ്പേ ഒരു ബസ് പറക്കുന്നുണ്ട് കേസ്. നമ്മുടെ ചേട്ടൻ കത്തിച്ചു വിടുന്നുണ്ട്. എൻ്റെ പൊന്നു കേസ്, ഇവിടുത്തെ ഓരോ റിസോർട്ടും ഓരോ പ്രകൃതി രമണീയതയൊക്കെ എന്നെ രസമെന്നറിയോ. വെള്ളച്ചാട്ടം, പിന്നെ ഇവിടുത്തെ പശുക്കളൊക്കെ നല്ല പശുക്കളല്ലേ. ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം ഒരു പട്ടി ഇങ്ങനെ ഭൂമിരിക്കുന്ന പശുവിനായിട്ട് ഓടിക്കുന്നു. മൈതാന കേസ്. ഇച്ചിരി കുലുക്കൊക്കെ ഉണ്ടായിരിക്കും, സഹിക്കണം കേസ്. പിന്നെ ഇതൊക്കെ എൻ്റെ മെമ്മറീസിന് വേണ്ടി ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. ആരും കണ്ടാലും കണ്ടില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൂയിസൈഡ് പോയിന്റ് നമുക്ക് സൂയിസൈഡ് പോയിന്റ് കാണാനായിട്ട് വയ്യ. സൂയിസൈഡ് പോയിന്റിലേക്ക് നടക്കുന്ന അല്ലേ ഞങ്ങൾ. ഹായ്. കുഴപ്പമില്ല. ഇത്ര നേരം കുളിരി കോരി വരുന്നു. അതെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂര്യൻ വന്നിട്ടുണ്ട്. നല്ല സുഖം സുഖം സുഖം. കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല. എങ്ങനെയല്ലോ അവിടെ നിന്ന് എത്തുമായിരുന്നെങ്കിൽ. കുറേ ഫോട്ടോയും എടുത്ത് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും മേടിക്കുന്നില്ല. ഒരു ഗുമ്മുള്ളതായിട്ട് തോന്നുന്നില്ല. ഇവിടെ നമ്മൾ സെറ്റപ്പ് സാധനങ്ങൾ കാണുമ്പോൾ വാങ്ങുന്നതായിരിക്കും. നമ്മുടെ ലിയ ഫോട്ടോഗ്രാഫർ ഇതേ മുമ്പിൽ പോകുന്നുണ്ട്. കളികളും ചിരികളും. പക്ഷെ ഇവിടെ അലമ്പാണ് ഗൈസ്.
ഡംബി ആയിട്ടുള്ള ഇതിന്റെ കൂടെ ഉണ്ട് ഗൈസ്. അതെ ഗൈസ്, ഇവിടെ കുരങ്ങന്മാരുണ്ട്. അവര് ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നൊക്കെയാണ് കേട്ടത്. അവരുടെ കൊമ്പുള്ളമാർക്കൊക്കെ കൊടുക്കാൻ ഫോൺ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് നമ്മള് കുരങ്ങനെ കണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി, നമ്മളെ സൂയിസൈഡ് പോയിന്റിൽ എത്തി. നോക്ക്, ഇത് ഫുള്ള് കോടയാണ് ഗൈസ്, കോട. ലുക്ക്, വാവ്, ഒന്നും കാണത്തില്ല. ഇത് കണ്ടോ, ലുക്ക് ഫുള്ളി. ഓ വാവ്, നോക്ക്. സോ വാവ്. സോ ഗൈസ്, നമ്മളിപ്പോ സൂയിസൈഡ് പോയിന്റ് കണ്ടിട്ട് സൂയിസൈഡ് പോയിന്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോവാണ്. നമ്മൾ എങ്ങോട്ടാ പോന്നേ? എന്തോ ഒരു കേവ്. എന്താ? ഗുണ കേവ്. ആൻഡ് നമ്മളൊരു ഇതുപോലൊരു വഴി കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. Jibs, come on. She likes enjoying on. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. ക്യാമറ ഇളകുന്നുണ്ട്. ഒത്തിരി കടകളുണ്ട്. അഫോർഡബിൾ റേറ്റ് ആണോന്നറിയില്ല. നമുക്ക് അങ്ങനെ ഒരു കട കയറി ചോദിക്കാം, അഫോർഡബിൾ ആണോ അല്ലേ. ഓക്കെ, കാർസ് നോക്കി ഈ സാധനം വെച്ച് നോക്കിയായിരുന്നു അല്ലേ? ഇത് വെച്ച് നോക്കാൻ പറ്റുമോ? പറ്റില്ലേ? എന്നാ പറ്റുന്നല്ലേ പറഞ്ഞു? പറ്റുകയല്ലേ? ഇവിടെ കുറെ സ്വീറ്റ്സ്, ഇവിടെ കുറെ കീ ചെയിൻസ്. നമുക്ക് കണ്ണാടി വെച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ വെക്കാം. ഇല്ല, ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് 1 കിലോ 100 രൂപ. ചോക്ലേറ്റ് വേണം. ജ്യൂസ് ഇവിടെ. ഗൈസ്, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇനി ഗുണ കേവ് ആണോ? Come on, enjoy. അന്നാർജി എവിടെ നിന്നാലും തെറിച്ച് നിൽക്കുന്നു. അന്നാർജിയുടെ ഡ്രസ്സിന്റെ സെലക്ഷൻ ഭയങ്കര സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി ഇറ്റ് ലുക്സ് എറിച്ച് നിൽക്കൽ. I like videoing. What about me? I'm enjoying it. What about you? You're good. Looking good. And നമ്മുടെ ബസ് ഏതായിരുന്നു? ഒരു ജൂബി, ചൊറിയുന്ന ജൂബി ഇതിന്റെ കുളിച്ചിട്ടുണ്ട്. ഇനി ഗുണക്കേട് എടുത്തിട്ട് കാണാവേ. ബൈ ഗൈസ്. And now we have reached Pillar Rock. മേടിച്ചോ? എന്ത് രസം ഇവിടെ ഒക്കെ കാണാൻ. നോക്ക്, ഇവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ സംഭവം ഇങ്ങനെ അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും പല സ്കൂളിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്. അവിടെ എന്തോ ഒരു സംഭവം നിൽക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആൻഡ് ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ദി നേച്ചർ. നോക്ക്, അവിടെ നിന്ന് ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നു. വാവ്, ഞാൻ അതൊക്കെ ആദ്യം കാണുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. ഇവിടെ നല്ല കോടയൊക്കെ ഉണ്ട്, പ്ലസ് ഇച്ചിരി മഴയും കൂടെ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞ് കടകൾ കാണിക്കും. അവിടെ അഫോർഡബിൾ കോസ്റ്റിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്.
നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കണ്ണാടിക്കട കയറി. ഒരു മഞ്ച. ഇത് മഞ്ച, ഇത് ഡാർക്ക് മഞ്ച. നോക്കിക്കേ, ചുമ്മാ വെച്ച് നോക്കടാ. അത് നോക്കടാ. ആ പിങ്ക് എടുക്കടാ. നമ്മളെല്ലാം ചെക്ക് പണിയിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു തളച്ചിങ്കള് തെറിയും കേട്ടി. രണ്ടമ്മച്ച പേരുടെ അടുത്ത് ഞങ്ങള് ചെക്ക് പണിതേ ഉള്ളൂ. മേടിക്കുമെന്ന് തെറിയാതെ ചെക്ക് പണ്ണ ഉള്ളെന്ന് പറയുമ്പോഴത്തേക്കും ചെക്ക് പണ്ണ ഉള്ളെങ്കിൽ നിങ്ങൾ പോയാൽ വണ്ടി ഓടിയാടുന്നു ചത്തുപോയുള്ള വണ്ടിയാണ്. വണ്ടി കടക്ക് എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നെ പറയുന്നത്. എല്ലാരും ഇവിടെ ഫോട്ടോ എടുത്തിങ്ങനെ നടക്കുവാണ്. ബട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുവാണ്. ഫോർ വാട്ട്? ഇതാണെങ്കിൽ ഒരു വ്ളോഗ് സ്റ്റോറി ഇട്ടാൽ മതി. ബട്ട് ഫോട്ടോ ആണല്ലോ, ഫോട്ടോ എല്ലാം എടുത്ത് ട്രെയിൻ പോലെ സ്റ്റോറി ഇടേണ്ടി വരും. ഞാൻ അങ്ങനെ കുറേ ഇട്ട് ഓൾറെഡി വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇനി എന്തിനാ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. ജസ്റ്റ് ഫോർ മെമ്മറീസ്. ലൈക്ക് നമ്മളൊരു സ്ഥലത്ത് വന്നാൽ അതിൻ്റെ ഫുള്ളിങ്ങനെ ഫോട്ടോ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ തീരെ ഫോട്ടോ എടുത്തില്ല നമ്മൾ ഭയങ്കര വിഷമിക്കും, റിഗ്രറ്റ് ആവും. എല്ലാവരുടെയും ഉണ്ടാവും, പക്ഷെ നമ്മുടെ മാത്രമല്ല. ബട്ട് കുറച്ച് വേണം, പക്ഷെ ഒത്തിരി ഒന്നും വേണ്ട അല്ലേ. ഇവിടെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ഇവിടെ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. എന്തെല്ലാം എടുത്തിട്ട് വരാം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഗുണ കേവിലോട്ടാണ്. ലുക്ക്, ദാറ്റ് ഈസ് ഗുണ കേവ്. ആൻഡ് ഇവിടെ കാണാം വഴിയോരങ്ങളിലായിട്ട് കുറേ ഇങ്ങനെ കടകൾ. ലൈക്ക് ദിസ് ലുക്ക്, ഇതുപോലത്തെ ഇങ്ങനെ കുറേ കടകൾ. നൂഡിൽസ് വാങ്ങുന്നതാ ഗൈസ്. നൂഡിൽസ് വാങ്ങാൻ വേണ്ടി പോയേക്കുവാണ്. എത്രയാ? ഫുള്ള് 40. ഉണ്ടോ കുറെ വേറെ എന്തൊക്കെയോ സാധനങ്ങള്, എന്താണെന്നും എനിക്ക് കത്തുന്നില്ല. കുറെ കാറ്റാടി ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇതൊക്കെ നമുക്കറിയാവുന്ന സാധനങ്ങള്. മുട്ടയുണ്ട്, മുട്ട മാത്രമേ എടുക്കുള്ളൂ. ഇതുണ്ടോ ബജിക്കട. ഇല്ല, അവരുടെ അടുത്തില്ല. കടക്കാം. ആൻഡ് ദിസ് ഈസ് ഗുണ കേവ്. Come on, guys. And ഗൈസ്, ഇവിടെ എന്നാ നടക്കുന്നത് അറിയോ? ഞങ്ങൾ ഗുണാക്കേവി വന്നേ. അന്നേരം ഇങ്ങനെ ഒരു സംഭവമാണ്. നോക്ക്, ഇതിൻ്റെ ഇവിടെ നിന്ന് ഫുള്ള് ഞങ്ങളുടെ ബാച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര നേരം എടുക്കുമെന്നറിയോ? ലുക്ക്, ഇവിടെ എല്ലാവരും കഷ്ടപ്പെടുവാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നോക്ക്, വാവ്. ഇനി ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ടാ ജൂബി? മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഷോ ഇറക്കണ്ട. എവിടെ പോണേ? ഗൈസ്, നമ്മളപ്പം ഗുണാക്കേവോ ഗുണാക്കേവ് കാണാൻ വേണ്ടിട്ട് പോവാണ്. നമുക്ക് നീ പറക്കുന്ന പോലെ പറന്നു പോവാം. ഓടി. അയ്യോ, ഗൈസ്, മുറുക്ക് ഫോൺ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണൊന്നും കാണത്തില്ല. ഹായ്, ബാഗ് പോയോ? റീല് കണ്ടേ ഉള്ളൂ.
Look again. എന്ത് രസമല്ലേ. പിന്നെ ഞങ്ങളിവിടെ കുറെ വൈബ് പിള്ളേരൊക്കെ ഉണ്ട് കേസ്. സൺകിസ്റ്റ് നോക്ക്, സൺകിസ്റ്റാ. ഇവിടെ കുറെ കുരങ്ങന്മാരെ കുറെ മോഷണ കേസിലൊക്കെ പ്രതികളാകുന്നുണ്ട്. ഇനി നമ്മളെ കഴിക്കാൻ പോണു ഗൈസ്. ഗൈസ് നമ്മളപ്പം ഗുണ കേവിന്ന് ഇറങ്ങുവാണ്. ബൈ. ജൂബി ഒന്നും പറയത്തില്ലെന്ന് പറഞ്ഞു. ബിക്കോസ് ജൂബി പറയുന്നതിന് രസമില്ല എന്നാണ് ജൂബി കണ്ടുപിടിച്ചത്. ആണോ ജൂബി? ഉണ്ട്. എന്നാ പറ്റി? ഞാൻ ചോളം കഴിച്ചിട്ടില്ല. നമുക്ക് ചോളം കഴിച്ചാലോ ജൂബി? കഴിക്കാം. അയ്യോ, വയറിന് പ്രശ്നം ഉണ്ടാവോ? അക്ഷര ചോളം കഴിക്കാം. കഴിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ കടയില് 2 ബജിക്ക് 30 രൂപ, ഇവിടെ 1 ബജിക്ക് 10 രൂപ ലാഭം. നമുക്കിവിടെ മേടിക്കാം. മുളക് ബജിയാണ് മേടിച്ചത്. 10 രൂപയേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് സൂപ്പർ നൈസ്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോട് വണ്ടി കയറാൻ പറഞ്ഞാണ് കേസ്. എന്തിനാ ഫുഡ് കഴിക്കാൻ പോയിട്ട്. പക്ഷേ 2 കിടന്ന് ഓടുന്ന കണ്ടില്ല ഒരു മൈതാനം കണ്ടപ്പോഴത്തേക്കും. കിടക്കാം. നമ്മൾ എടുത്തിരിക്കുന്നു ഗൈസ് ഇച്ചിരി പൈൻ ഫോറസ്റ്റ്. സോ ഇവിടെയും ഉണ്ട് എന്ത് കൊരങ്ങൻ. ആൻഡ് വൺ ഓഫ് ദാറ്റ് കൊരങ്ങൻ ഈസ് ദിസ്. ലുക്ക് കാമ. ആൻഡ് പിന്നെ ഞാൻ ഇന്ന് കുതിരനെ കണ്ടു. For the first time in my life. What about you? I already saw that. Wow. നമുക്ക് ആരും പോകാത്ത വഴി കൂടെ പോവാം. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഹായ് കുരങ്ങൻ ചേട്ടാ, ഒരു സെൽഫി എടുക്കാം. ഹായ്. വേണ്ട. And guys, ഹിന്ദി തെരിയുമോ? ഹോഴ്സ് ഓടാൻ അറിയാമോ? ഇത് ഭയങ്കര സ്പീഡാ. കേറിയാലോ? വൈറ്റ് കുതിര കേറിയാലോ? അതിനാ വൈജിന് കുതിര ഞങ്ങൾ കയറട്ടെ. കുതിര. ഓ വെയിൻസ് ഒക്കെ കാണാം. കില്ലാടി. ഹാൻസം തന്നെ. Next word is horse ride. And നോക്കിയുണ്ടോ മൂക്കിന്നൊക്കെ? ഓ എന്റെ വായിക്കൂടെ കാറ്റ്. ചേട്ടാ how much for? 2 പേർക്ക് 300. ഫോട്ടോ എടുത്ത് കൊടുക്കപ്പെടും. ഫോട്ടോ അതിന് പൈസ ഉണ്ടോ? ഫ്രീ. ഏത് കുതിര? ഓ ഓക്കെ. സോ നമ്മള് കുതിര കയറാൻ പോണ കേസ്. കുതിര കയറാം. ഇനി പൈസ ഉണ്ടോ? പൈസ കയ്യിലുണ്ട്. ഞാൻ ഫസ്റ്റ് ഞങ്ങൾ പോവാണ് കുതിര. ഗൈസ് നിങ്ങൾ കണ്ടോ, ചുറ്റും നിറച്ച ആൾക്കാരുണ്ട്. ആൻഡ് അവരെല്ലാം റീൽ എടുക്കുന്നതിൻ്റെ തിരക്കില്ല. യുനോ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. എല്ലാവരും ഇങ്ങനെ റീൽ എടുക്കുക. നമുക്ക് എവ്രി വൺ ഈസ് പ്രാക്ടീസിങ്. ഞാനോ
ഞാനിവിടെ സിംഗിൾ വൈബ് അടിച്ച് നടക്കുന്നു. ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇഷ്ടമുള്ളവരുടെ കൂടെ പോവുക. ദാറ്റ്സ് മൈ ഹൗസി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഫുഡ് എന്താണെന്നറിയോ? ലുക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാവേ. സോ ഗൈസ്, നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചെടുത്തത് തന്നെ ഉച്ചയ്ക്കും ലഞ്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇറങ്ങിയേക്കുവാണ്. ലേക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൊടൈക്കനാലിലെ ബ്രയൻഡ് പാർക്കിൻ്റെ അതിനൊക്കെ മുമ്പായിട്ടുള്ള ലേക്കിൽ. ഓക്കെ, അവിടെ പോയി നമുക്ക് ബോട്ടിൽ കറങ്ങാം, പിന്നെ ഇതുപോലെ സൈക്കിളിൽ പോവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് ഒരു ഉളുപ്പില്ലാതെയാണ് ഞാൻ ഈ വ്ളോഗ് പരിപാടി. ഡീമോട്ടിവേറ്റിംഗ് ഗേൾ. ഞാൻ എല്ലാം നോക്കി എൻ്റെ മൾട്ടി ടാസ്കിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കയറിങ്ങോണ്ട് പറഞ്ഞു നോക്കിയല്ലേ. സോ അയ്യോ, പെട്ടെന്ന് പോവാൻ. See you later guys. സോ ഗൈസ്, നമ്മൾ സൈക്ലിങ് ഡബിൾ എടുത്ത് പോവാണ്. ഞാനും എല്ലാവരും കൂടെ പോവാണ്. ഇന്ന് ഫുൾ ഇങ്ങനെ അഡ്വഞ്ചർ ടൈപ്പ് സംഭവങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഒന്ന് കുതിര, ഇതിപ്പോ സൈക്കിൾ ഡബിള്. അനാർജിയിലാണ് എൻ്റെ എല്ലാം ഇതിരിക്കുന്നത്. ഒരു ബേസ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും ഞാൻ പണ്ടത്തെ വെച്ചിട്ട് ചുമ്മാ അങ്ങ് തള്ളിവിടോട്ടെ. അന്നേരം കാണാം. സോ ഗൈസ്, നമ്മളിന്ന് സൈക്കിൾ സവാരി ചെയ്യാനാണ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് വി ആർ ഓൾറെഡി സ്റ്റാർട്ടഡ്. ഞങ്ങൾ ചവിട്ടുകയാണ്. ഞങ്ങൾ സൈക്കിൾ ചവിട്ടിയാണ്. സൈക്കിളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനാണ് ചവിട്ടുന്നത് ഗൈസ്. ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലോ അല്ലേ? അതെ അതെ ഗൈസ്, ഞങ്ങള് സൈക്കിൾ സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡ് വെൽവെറ്റ് ക്ഷീണിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളൊരു ഐസ്ക്രീം ഷോപ്പ് കണ്ടത്. അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, ജീതു നല്ല റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം മേടിച്ചു. ഞങ്ങൾക്ക് സൂപ്പർ. ഞാൻ എപ്പോഴും ഒരു ചോക്ലേറ്റ് ഗേൾ ആയതുകൊണ്ട് ചോക്ലേറ്റ് ഓൾവേസ് പ്രിഫർ ചോക്ലേറ്റ്. ആൻഡ് ആൻസും ടീമും ഇപ്പോഴാണ് ചവിട്ടി എത്തിയത്. പാവം. ഞങ്ങൾ പറത്തി വിടുമായിരുന്നു ഗൈസ്. പറത്തി 100-ലായിരുന്നു ഞങ്ങൾ. വി ആർ ദി ഫസ്റ്റ്. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ബോട്ടിങ്ങിന് റെഡി ആവുകയാണ്. സമയം നോക്കി. ഇപ്പൊ തൊട്ട് 6 മണിക്കൂർ. എന്താ ടിക്കറ്റ് പിടിക്കും. സമയം എത്ര നോക്കുന്നു. അടുക്ക് പോയി സ്ഥലം പറയാൻ പാടില്ല. 254 പോയാ 500 ഫൈൻ അടിക്കും. ഞങ്ങൾക്ക് ഒരു എത്തും പിടിയില്ല. ഇത് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, എങ്ങോട്ടൊക്കെ ചവിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഇപ്പോഴാണ് കത്തിയത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. കറക്റ്റ് സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റും. വാവ്, സ്പീഡ് ചവിട്ട ഗൈസ്. എന്റെ പൊന്ന് ഗൈസ്, ജൂബി അവിടെ ചുമ്മാ ഇരിക്കുക. വീഡിയോ കോളും വിളിച്ചോണ്ടേ അവളുടെ കാലെത്തുകയെന്ന് പറഞ്ഞ്. അമ്മച്ചി ഗൈസ്, നമ്മള് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്ത് ജൂബി കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ മേടിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വേണ്ടിയത്? യെല്ലോ ഗ്ലാസ് മാറ്റി കാണാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ബ്ലൂ. And what about now is we are just walking along the roadside and we are just going for shopping. And look at this, it's a wonderful view from here, right? We missed our boating. Look at here, there are so many pocket shops. Not that pocket. So guys,
നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കടലൊക്കെ കയറി. പൈസ ഒക്കെ എന്നാ കൂടുതലാണെന്നറിയോ? വില പേച്ചിട്ട് ഒരിടത്തുനിന്ന് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു നോട്ടം. നമ്മൾ ചായ കുടിക്കാൻ വന്നേക്കാണ് ഗൈസ്. റെഡി? ഓക്കെ റെഡി. നമുക്ക് അവിടെ ഇരുന്ന് കുടിക്കാനാട്ടോ. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുടിക്കാം. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ചോക്ലേറ്റ് വാങ്ങി. സോ ഗൈസ് അപ്പോൾ നമ്മൾ ചായ കുടിക്കുവാണ്. നമ്മളാ പറഞ്ഞ കോഫി കുടിക്കാണ്. കോഫിയും ചോക്ലേറ്റും ഉണ്ട്. ടാനിക്ക് മാത്രം ചായ. ഐ എം എ ചായ ലവർ. നോക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. മൈൻഡ് റിലീവിങ് അല്ല, സ്ട്രെസ് റിലീവിങ്. ഫ്രണ്ട് ഗ്രൗണ്ടും ബ്യൂട്ടിഫുൾ ആണ്. എന്റെ മോൻ വെച്ച ഗൈസ് ഇതെന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റിന്റെ ഒരു സംഭവം കേട്ടോ. ചാക്കോച്ചിക്ക് മേടിച്ചാണ്. ആൻഡ് നമ്മുടെ സമയം ഇവിടെ ഇപ്പം തന്നെ കഴിയാറാവുന്നത് കണ്ടോ. കുറേ കടകളുണ്ട്. പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. പക്ഷെ അത്ര അഫോർഡബിൾ അല്ല താനും. സോ ദാറ്റ്സ് ഗൈസ് ഒരു കട കയറിയിട്ട് ഒരു സാധനം മേടിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് വന്നു. ലുക്ക്, കടയിൽ വാങ്ങാൻ ഒറ്റ മൈൻഡാന്ന് പറഞ്ഞ് പോവും. അവിടെ എത്തുമ്പോൾ മൂടും. നമുക്കിനി ഇതേലും ആടിക്കളയാം. ഓക്കെ ഇതെന്നെ കാണിക്കുന്നത്. തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ്നാട്ടുകാരെ പോലെ ഇരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന ജൂബിയാണ് എന്റെ ഹീറോ. ടാനിക്ക് എവിടെ പോയാലും ഇംഗ്ലീഷുകാരെ പോലെ ഇരിക്കണം എന്ന് പഠിപ്പിച്ച എന്നൊരു മോഡേൺ പെൺകുട്ടിയായ ടാനിയാണ് എന്റെ ഹീറോ. ഒന്ന് കാണിച്ചു. ഇങ്ങനത്തെ വാണത്തരങ്ങൾ കാണിക്കുന്ന ജൂബിയാണ് എന്റെ ഹീറോ. രണ്ടുപേരും നടക്കുന്ന കണ്ട ആഭ്യന്തര ചർച്ചയാണ്. പക്ഷെ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലേ ഉള്ളൂ അവർക്ക് വിവരമുള്ള എന്തെങ്കിലും ചർച്ചകൾ നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ പുറകിലൊരു മനുഷ്യനുണ്ട്. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. ഞാൻ ടയേർഡായിരുന്നു. പിന്നെ ഞാൻ മറന്നു പോയായിരുന്നു. ഫോൺ കുത്തിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെച്ചത് ഒരു DJ സംഭവം, ഒരു ക്യാമ്പ് ഫയർ ആയിരുന്നു. പക്ഷേ ക്യാമ്പ് ഫയർ കാര്യമായിട്ട് നടന്നില്ല. എന്താണോ ഞാൻ അറിഞ്ഞില്ല. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ DJക്ക് പോയി. എനിക്കും ജൂബിക്കും തുടക്കത്തിൽ തുള്ളാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകില്ലെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ കയറി വിട്ട എനർജി ഒന്നും യൂസ് ചെയ്യാൻ നിന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തുള്ളി കേട്ടോ, തുള്ളാൻ തോന്നിയപ്പം. പിന്നെ എന്നാ വീഡിയോയ്ക്ക് വേണ്ടി ഏതാണ്ടൊക്കെയോ എടുത്തു കൂട്ടി. അത്രേ ഉള്ളൂ ഗീസ്. ഗൈസ് ഈ ഒരു കലാപരിപാടിയോടുകൂടി ഞങ്ങളുടെ ടൂർ അവസാനിക്കുകയാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ ശരി, ബൈ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുവാണ്. സോ നമ്മൾ ഷൂട്ട് ചെയ്ത കണ്ടന്റ് നിങ്ങളെ കാണിച്ച കണ്ടന്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിക്കണം.
This is Bijinda George YouTube channel signing off. And with Sundari Tanya Joyce and average Bijinda George.